ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. രാമായണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ്. രാത്രിയെ ഇല്ലാതാക്കുക അഥവാ നമ്മുടെ മനസ്സുകളിലുള്ള അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് രാമായണത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം. രാമ ശബ്ദത്തിന്റെ തന്നെ പ്രാധാന്യം വളരെ വലുതാണ്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രത്തിലെയും ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിന്റെയും പ്രധാനപ്പെട്ട രണ്ട് വർണ്ണങ്ങളാണ് രായും മായും. ഈ രണ്ട് വർണ്ണങ്ങൾ ചേർന്നാണ് രാമ ശബ്ദം രൂപപ്പെട്ടത്. ഈ ശബ്ദത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയെ കാട്ടാളത്വത്തിൽ നിന്ന് ഋഷിയിലേക്ക് വളർത്തുവാൻ തക്കവണ്ണം ഉജ്ജ്വലമായ മാന്ത്രിക ശബ്ദം ആണ് ആ മന്ത്രമാണ് രാമ മന്ത്രം. അതിന് തെളിവ് ഈ കാവ്യകാരൻ അഥവാ ആദികവിയായ വാൽമീകിയുടെ ജീവിത കഥ തന്നെ അതിന് തെളിവാണ്. ഇപ്പൊ രാമായണം പൊതുവിൽ പഴയ കാലത്ത് നമ്മുടെ കേരളത്തിൽ 365 ദിവസവും രാമായണം പാരായണം ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ കാലാന്തരത്തിൽ അത് നഷ്ടമായി. പിന്നീട് കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്ന ഒരു നില കൈവരുകയാണ് ഉണ്ടായത്. ഇതിന് പ്രത്യക്ഷമായ കാരണങ്ങളിൽ നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത്, അതിലൊന്ന് പഞ്ഞമാസമാണ് കർക്കിടകം. ഈ പഞ്ഞമാസത്തില് വളരെയധികം ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ അനുഭവിച്ചിരുന്ന ജനം, സാധാരണ ജനങ്ങൾ, അവരുടെ ദുഃഖങ്ങളെ ഒരു പരിധി വരെ തരണം ചെയ്യാനായിട്ട് രാമായണ പാരായണം ചെയ്യുന്നു. അങ്ങനെ ആ രാമായണ പാരായണം കർക്കിടക മാസം 30 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്ന ഒരു സമ്പ്രദായം പിന്നീട് നിലവിൽ വന്നതാണ്. രാമായണം കർക്കിടക മാസത്തിലെ വായിക്കാവുന്നില്ല. മുഴുവൻ ദിവസങ്ങളിലും, ജീവിതത്തിൽ മുഴുവൻ രാമായണം എല്ലാ ദിവസവും ഏത് സമയത്തും എവിടെ വെച്ചും, ചുടലപ്പറമ്പിലിരുന്നും പൂജാമുറിയിലിരുന്നും അമ്പലത്തിലിരുന്നും എന്നല്ല, ഈ ലോകത്തെ ഏത് സ്ഥലത്തിരുന്നും, സ്ഥലകാലം ഭേദമിന്റെ എവിടെ ഇരുന്നും പാരായണം ചെയ്യാൻ കഴിയുന്നതാണ് രാമായണം. അതുപോലെ മഹാഭാഗവതവും എല്ലാം. ഇതിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ട് ഇങ്ങനെ കാലാന്തരത്തിൽ കർക്കിടക മാസം മാത്രം രാമായണ മാസമായി മാറുകയാണ് ഉണ്ടായത്. അതിന് മറ്റൊരു ഐതിഹ്യം പറയുന്നത്, മഹാലക്ഷ്മിയുടെ അധിവാസം ഈ കർക്കിടകമാകുമ്പോ പോയിപ്പോകുന്നു. അപ്പോ ശ്രീരാമചന്ദ്രന്റെ കഥ വായിക്കുമ്പോ, സ്ഥിരമായി വായിച്ച് കൊണ്ടിരിക്കുമ്പോ ആ സ്ഥലത്തിലേക്ക് മഹാലക്ഷ്മിയുടെ കുടിയേറ്റം ഉണ്ടാകും. അങ്ങനെ പഞ്ഞമാസത്തിന് ഒരു പരിഹാരമാകും. മഹാലക്ഷ്മി മഹാനാരായണന്റെ ഭാര്യയാണ്. അപ്പോ നാരായണാവതാരമായ ശ്രീരാമചന്ദ്രന്റെ കഥ പാടുന്നതിലൂടെ ആ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഭവനങ്ങളിൽ, വീടുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഐതിഹ്യം. പിന്നെ വേറെ ഒരു ഐതിഹ്യം പറയുന്നത്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ അഭാവം മൂലം ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ആ ദാരിദ്ര്യത്തിനൊരു പരിഹാരമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ സുഗമമായ വരവിന് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയാണ് രാമായണം കർക്കിടകത്തിൽ വായിക്കുന്നത് എന്ന് മറ്റൊരഭിപ്രായമുണ്ട്. ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും
ഈ കർക്കിടക മാസത്തിൽ മാത്രം രാമായണം വായിക്കുക എന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. 365 ദിവസമെന്നല്ല, ജീവിതത്തിൽ അദ്യാന്തം എന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും രാമനെ കുറിച്ച് പാടാം. അപ്പോ ഒരു വ്യക്തി, രാമായണം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചപ്പാടുകൾ രാമായണത്തിനുണ്ട്. അതിന്റെ എല്ലാം നമ്മളിവിടെ പറയുന്നില്ല. അപ്പോൾ ഇത് പ്രധാനമായിട്ട് രാമായണത്തിലൂടെ കവി ദർശിക്കുന്ന കാഴ്ചപ്പാടുകളാണ് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. രാമൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ജനിച്ചു. തുടർന്ന് ഉള്ള കഥാഭാഗങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ബാല്യകാലവും വിശ്വാമിത്രന്റെ യാഗരക്ഷയും അഹല്യാമോക്ഷവും അതെല്ലാം കഴിഞ്ഞ് രാജാഭിഷേകത്തിന് ആരംഭിക്കുന്നതും അതിന് വിഘ്നം വരുന്നതും കൈകേയി മാതാവിന്റെ വരപ്രാപ്തിയും തുടർന്ന് വനവാസത്തിന് നിയുക്തരായ ശ്രീരാമലക്ഷ്മണന്മാരും സീതയും വനാന്തരത്തിൽ വെച്ച് സംഭവിക്കുന്ന ഒരു വൃത്താന്തമാണ് രാവണ സമാഗമം. രാവണൻ സീതയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി സീതയെ അപഹരിച്ചുകൊണ്ട് പോയി. തുടർന്ന് സീതയെ തിരികെ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ പരിസമാപ്തിയിൽ രാവണവധവും സീതാ സ്വീകാരവും നടന്ന് തിരികെ അയോധ്യയിലെത്തി രാജാഭിഷേകവും ചെയ്യുന്നു. ഇത് രാമായണത്തിന്റെ കഥയാണ്. ഈ കഥ എല്ലാവർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഈ കഥ മുഴുവൻ നന്നായിട്ട് അറിയാം.